ശ്രീ ഹരിദാസ്, EGN തൊഴുത്തുമായിട്ട് ഒന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അനുദിനം ചീഞ്ഞ് അളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസ്. നോക്കൂ, ഏറ്റവും ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP ആയി ആ പദവിയിൽ ഞെളിഞ്ഞിരിക്കുകയാണ്, തുടരുകയാണ്. അദ്ദേഹത്തെ തൊടാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് കമാന്നൊരക്ഷരം പറയാനും മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല. മുഖ്യമന്ത്രി അശക്തനാണ്. എന്താണ് നടക്കുന്നത് കേരളത്തിൽ? ചീഞ്ഞളിഞ്ഞ പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിതിനെ ഇത്ര നിസ്സാരവൽക്കരിക്കരുത് ശ്രീ അനിൽ നമ്പ്യാർ. ചീഞ്ഞളിഞ്ഞ പോലീസിനും അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. ആ ക്വാളിറ്റി പോലും ഇന്ന് നമ്മുടെ കേരള പോലീസിന് ഇല്ലാതെ പോയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അത്തരത്തിലൊരു പട്ടം കൊടുക്കരുത്. പക്ഷെ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ഇനി കേരളം ആര് ഭരിക്കട്ടെ, എനിക്കിപ്പോൾ 64 വയസ്സായി, എനിക്കൊന്നും അത് കാണാൻ UDF ഭരിക്കട്ടെ, LDF ഭരിക്കട്ടെ, ഭാവിയിൽ BJP ഭരിക്കട്ടെ, ആര് ഭരിച്ചു കഴിഞ്ഞാലും ധൈര്യമായിട്ട് ഭരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ കുറിച്ചിട്ട് വലിയ ആക്ഷേപങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് അന്ന് ഇതിപ്പോൾ അങ്ങനെ ഉണ്ടായില്ല, ഇങ്ങനെ ഉണ്ടായില്ല, കാരണം ഇതിനേക്കാൾ വലുതൊന്നും ഇനി ഉണ്ടാകാനില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാവുന്ന ഒരു രാഷ്ട്രീയാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണം അവസാനിക്കാൻ പോകുന്നത്. MA ബേബി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ വാക്ക് ശ്രീ അനിൽ നമ്പ്യാർക്ക് ഓർമ്മയില്ലേ? പാർട്ടി പൂതലിച്ച അവസ്ഥയിലായി എന്ന് പറഞ്ഞില്ലേ? ശരിക്കും പാർട്ടി മാത്രമല്ല, കേരള പോലീസും പൂതലിച്ച അവസ്ഥയിലാണ്. ഈ പൂതലിച്ച അവസ്ഥയിൽ നിന്ന് ഈ പോലീസിനെ ഇനി കരകയറ്റാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഒരാൾക്കും വേണ്ട. കാരണം എന്താ അറിയോ, തായ്വേരാണ് ചീഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ പുറത്ത് വളം ഇട്ട് കൊടുത്തുകൊണ്ട് ഈ തായ്വേരിൻ്റെ ചീയൽ മാറില്ല. അപ്പോൾ ആ തായ്വേരിൻ്റെ ചീയൽ മാറണമെങ്കിൽ എന്ത് വേണം? മരം കടയോടുകൂടി വെട്ടിയിട്ട് മറ്റ് വേരുകളിലൂടെ പൊടിപ്പ് വരുമെന്ന് നോക്കണം. ആര് നോക്കും? ഇവിടെ ഈ PV അൻവർ ഇത്രയും ആരോപണം ഉന്നയിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം പടകൂട്ടി നമ്മൾ പറയില്ലേ വലിയൊരു യോദ്ധാവായിട്ട് ഇറങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയില്ല. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷനും സ്വന്തമായിട്ട് കോടതിയും ഉണ്ട് എന്നുള്ളൊരു സത്യം അദ്ദേഹം മനസ്സിലാക്കിയില്ല. നാളെ വരാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണം അജിത് കുമാറിനെ കുറിച്ചിട്ടായാലും സുജിത് ദാസിനെ കുറിച്ചിട്ടാണെങ്കിലും ഇതൊക്കെ പാർട്ടി കോടതിയും പാർട്ടി പോലീസ് സ്റ്റേഷനിലും പരിഹരിക്കും. നമ്മളൊക്കെ വെറും നോക്കുകുത്തികളായിട്ട് നാളെ ഇതിൻ്റെ കാഴ്ചക്കാരായിട്ട് മാറേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പോലീസ് ട്രെയിനിങ് കോളേജിലെ ഈ സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത്, അവർ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു പാഠ്യപദ്ധതി ഉൾപ്പെടുത്തണം. ഒരു പോലീസുകാർ, ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് സേന എങ്ങനെയാകരുത് എന്നുള്ളതിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഈ പോലീസുകാരുടെ സേവനനിരതരായിട്ട് അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു പുസ്തകം ഇറക്കിയിട്ട് അതും കൂടി പോലീസ് സേനയിൽ പഠിപ്പിക്കണം. ഇതാണ് ഈ കഴിഞ്ഞ 2016 മുതൽ 2026 വരെ ഉണ്ടായിരുന്ന പോലീസ് കാലഘട്ടത്തിൽ. അതിന് പ്രത്യേകിച്ച് എടുത്തു പറയണം, ഈ ADGP അജിത് കുമാറിൻ്റെയും ലോക്നാഥ് ബെഹ്റയുടെയും അതുമാതിരി തന്നെ സുജിദാസിൻ്റെയും ഒക്കെ പ്രത്യേക പാഠപദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം ഇറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയേറെ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് നാറ്റിച്ചിട്ടുള്ളൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു പോലീസ് നമുക്ക് എന്തിനാ? പോലീസിനോട് പരാതി പറയാൻ പോകുന്ന സ്ത്രീകളായാലും അതുമാതിരി തന്നെ പരാതിക്കാരായാലും എന്ത് വിചാരിച്ചിട്ടാണ് ഒരു പോലീസിൻ്റെ മുമ്പിൽ തൻ്റെ പരാതി കെട്ടഴിക്കുക? ഇയാൾ എത്രക്കാരനാണ്? ഇയാൾ നമ്മളിൽ നിന്ന് എന്താണ് വസൂൽ ചെയ്യുക? നമ്മുടെ പ്രശ്നം ഇവർ പരിഹരിക്കപ്പെടുമോ? ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പോലീസിൻ്റെ ജനമൈത്രി പോലീസ് എന്ന് പുറത്ത് എഴുതി വെച്ചതുകൊണ്ട് നികുതിദായകരായ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? എനിക്ക് സത്യത്തിൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഇത്തരം ഒരു പോലീസ് സേന ക്രമസമാധാന നില നിയന്ത്രിക്കുന്ന ഇത്രയും തരം താന്നൊരു പോലീസ് സേനയ്ക്ക് കീഴിൽ നികുതിദായകനായി കഴിയേണ്ടി വന്നതിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം പോലീസുകാരും ജനങ്ങൾ അങ്ങേയറ്റം വിഷമിക്കുന്നുണ്ട്. ഇതിൽ അടക്കി പറയാൻ ഞാൻ തയ്യാറല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 60-70% പോലീസുകാർ ഇതിൽ സത്യസന്ധരായിട്ട് കർമ്മോത്സുകരായിട്ട് ഈ ജോലി ചെയ്ത് നിർവഹിക്കണം, ഈ പോലീസിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കണമെന്ന് വിചാരിക്കുന്നവർ കേരള പോലീസിലുണ്ട്. പക്ഷേ ഇവിടെ ഗോകുൽദാസ് പറഞ്ഞതുമാതിരി തന്നെയാണ് പ്രശ്നം. ഇതിൽ ആരെയാണ് നമ്മൾ തിരിച്ചറിയുക? ഇതിൽ ഏത് കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ലല്ലോ. നമ്മൾ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഇദ്ദേഹം നല്ല പോലീസുകാരനാണോ ചീത്ത പോലീസുകാരനാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് വഴിയില്ലാത്തടത്തോളം കാലം എന്ത് വേണം? നമ്മളുടെ പരാതി, നമുക്കുള്ള പരാതി, നമുക്ക് വരാൻ പോകുന്ന പരാതി, നമ്മുടെ സഹോദരിമാർക്കുള്ള പരാതി ഒക്കെ പോയിട്ട് ഇത്തരം ക്രിമിനൽസ് ആയിട്ടുള്ള പോലീസിൻ്റെ മുൻപിൽ പറയേണ്ട ഗതികേടിലേക്ക് സംസ്ഥാന പോലീസ് സേന കൊണ്ടുചെന്ന് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം, നമ്മൾ പറയില്ല, അങ്ങേയറ്റം നമ്മുടെ ധാർമ്മിക ച്യുതിയാണ്, കേരളത്തിൻ്റെ ധാർമ്മിക ച്യുതിയാണ്. കേരളത്തിലെ ക്രമസമാധാനം സംരക്ഷിക്കേണ്ട ഒരു പോലീസ് ഓഫീസറാണ്, അതായത് അതിനെ നിയന്ത്രിക്കേണ്ട ഒരു പോലീസ് ഓഫീസറുടെ മേലെയാണ് ഇപ്പോൾ ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. മാറ്റി നിർത്താൻ ഈ പോലീസിലെ ക്രിമിനലുകളുടെ ഒരു പട്ടിക പോലീസ് ആസ്ഥാനത്തുണ്ട്.
പോലീസ് ആസ്ഥാനത്തുണ്ട്. ആ പട്ടികയുടെ വലിപ്പം കൂടി വരികയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ പോലീസ് ഏതാണ് ക്രിമിനൽ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. തലപ്പത്തിരിക്കുന്ന ആളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപവും ആരോപണം വന്നിരിക്കുന്നത്. 2019 അത് 764 എന്നുള്ളത് ഇപ്പോൾ 1764 ആയി എന്നാണ് എൻ്റെ അടുത്ത്. 764 വിവരം എൻ്റെ കയ്യിലുള്ളൂ. 1764 വിവരം എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ 1764 ആയി എന്ന് പറയുമ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചു. പറയേണ്ട വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. ഈ സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ ഒരു PSC ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു രഞ്ജിത്ത്, എന്താണ് മുഴുവൻ പേര് എനിക്ക് ഓർമ്മയില്ല, നമ്മളെ നിയന്ത്രിക്കേണ്ട ഒരു പോലീസ് ആവേണ്ട ഒരു ക്രിമിനലായിരുന്നു PSCയുടെ റാങ്ക് ലിസ്റ്റിൽ 1ഓ 2ഓ സ്ഥാനത്ത് വന്നിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അത് പിടിക്കപ്പെട്ടില്ലായിരുന്നു. ആ കത്തിക്കുത്ത് കേസ് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളെ നാളെ നിയന്ത്രിക്കുന്ന പോലീസ് സേനയിൽ ആ ഒരു ക്രിമിനലും വരുമായിരുന്ന ഒരു അവസ്ഥ സംജാതമാകത്തക്ക തോതിലാണ് ഈ ഭരണം ഏറ്റെടുത്ത നാൾക്ക് മുതൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ നമ്മുടെ കേരള പോലീസ് എല്ലാ കാലത്തും സ്ത്രീ വിഷയത്തിൽ കുറച്ച് വീക്ക്നെസ് ഉണ്ട്. ഇവിടെ പങ്കെടുത്ത റിട്ടയേർഡ് പോലീസ് ഓഫീസർ മുൻപുണ്ടായിരുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാൽ സ്ത്രീ വിഷയത്തിലൊക്കെ എല്ലാ കാലത്തും അത് വസൂല് ചെയ്യാൻ തങ്ങളുടെ മുമ്പിൽ പരാതിയായിട്ട് വരുന്നവരിൽ നിന്നൊക്കെ അതിൻ്റേതായ രീതിയിൽ തിരുവനന്തപുരത്ത് പേരെനിക്ക് ഹരിശങ്കർ എന്ന് അങ്ങനെ എൻ്റെ പേരുമായിട്ട് ബന്ധമുള്ളൊരു പേരാണ്. ഒരു DYSP 8 ദിവസങ്ങളുടെ ഒളിച്ചു കളിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിന്നിൽ തൂങ്ങി മരിച്ച സംഭവം ശ്രീ അനിൽ ഓർമ്മയില്ലേ? അദ്ദേഹം എന്തോ ഒരു സ്ഥിരമായി ചെല്ലുന്നൊരു വീട്ടിൻ്റെ കക്ഷി. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ നമ്മൾ വേറെ നിലയ്ക്ക് സമൂഹ മാധ്യമത്തിൽ നിന്ന് വായിച്ചത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ വിവാദ നായകൻ നമ്മുടെ എന്തെന്നാ പറയേണ്ടത്, എന്താ അയാളുടെ പേര്, ഇപ്പോൾ ഈയിടെ മരിച്ചുല്ലോ, ഒരു കള്ളസ്വാമി മാധവൻ, സന്തോഷ് മാധവൻ്റെ ഒരു വീട്ടിൽ നിന്ന് ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ യൂണിഫോം, സന്തോഷ് മാധവ് ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ യൂണിഫോം കിട്ടിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം നടത്തിയിരുന്ന അനാഥാലയത്തിൽ നിന്ന് 10-12 വയസ്സായ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ലൈംഗികമായി പീഡിപ്പിക്കുന്നത് സ്വന്തം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ഇരുന്നൊരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു പോലീസ് ഓഫീസറുടെ യൂണിഫോം കിട്ടിയത്. പത്രത്തിൽ അതൊക്കെ വന്നെങ്കിലും ആ പോലീസ് ഓഫീസർ ആരുടെ യൂണിഫോം ആണെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിൽ അതൊക്കെ മറച്ചു വെക്കപ്പെടാൻ. അപ്പം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളത് കേരള പോലീസിൻ്റെ ഞരമ്പ് രോഗം ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല. അപ്പോൾ നമുക്ക് കുറുന്തോട്ടിക്കാണ് വാദം വന്നിരിക്കുന്നത്. അപ്പോൾ അത് ചികിത്സിച്ച് മാറ്റണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ലോകോത്തര പോലീസ് നിലവാരത്തിലാണ്. ഒരു സ്കോട്ട്ലാൻഡ് യാർഡിൽ പോയിട്ടും പരിശീലന സ്ഥിതിക്ക് അതിന് നമ്മുടെ പോലീസ് എല്ലാ കാലത്തും സംശുദ്ധമായിട്ടുള്ള സേവനം ഒരു വിഭാഗം പോലീസുകാർ നടത്തിയിരുന്നത്. ഇന്ന് എനിക്ക് പരിചയമുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞത്, സത്യം പറഞ്ഞാൽ രാവിലെ ഈ യൂണിഫോം എടുത്ത് അണിയുന്നത് അങ്ങേയറ്റം ഭയത്തോട് കൂടിയിട്ടാണ്. കാരണം എന്താരോപണമാണ് വരിക, എന്താരോപണത്തിനാണ് സമാധാനം പറയേണ്ടി വരിക. നമ്മുടെ കൈകൾ സത്യസന്ധമാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കീഴിലൊരു പോലീസായിട്ട് ഇരിക്കേണ്ടി വന്നതിൽ അപമാനിതരായിട്ട് കുറെ പോലീസുകാർ ജോലി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് സംസ്ഥാനത്തിന്റെ പോലീസ് സേനയെ കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനാണ്, മുഖ്യമന്ത്രിക്കാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല.